സിസ്റ്ററെ, അപ്പു മരിച്ചനൊക്കെ എവിടെ? ദേവരാജ് സാർ പോയ പിറകെ അപ്പു ഒന്ന് ഛർദിച്ചു. അത് സാരമില്ല, യാത്രയുടെയാ. പോകുന്ന വഴിക്ക് കണ്ണി കണ്ടതൊക്കെ വലിച്ചു വാരി തിന്നപ്പോഴാ ഞാൻ പറഞ്ഞ. ഞാനൊക്കെടാ. അതെ, അതാ അച്ഛനും പറഞ്ഞു. ഞങ്ങൾ ഇച്ചിരി ഇഞ്ചിനീര് ഇടിച്ചു പിഴിഞ്ഞു കൊടുത്തു. അത് കുടിച്ചിട്ട് സുഖമായിട്ട് ഉറങ്ങി. പിന്നെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വിളിച്ചപ്പോ വീണ്ടും ഒന്നുകൂടി ഛർദിച്ചു. അതിലൊരിത്തിരി എന്നതാ സിസ്റ്ററെ? ഇത്തിരി ബ്ലഡ് ടിഞ്ച് ഉണ്ടായിരുന്നു. ത്രോട്ട് ഇൻഫെക്ഷൻ ആയിരിക്കും എന്ന് അച്ഛൻ പറഞ്ഞേ. അപ്പുന് ടോൺസിലൈറ്റിസ് ഉണ്ടായിരുന്നോ? ഐസിയു എവിടെ? ദേവരാജ, നീ എന്തോ നീ കാണിക്കുന്നത്? എന്നെ പറയിച്ച എന്റെ കുഞ്ഞിന് എന്നെ പറ്റി? പതുക്കെ പറയാം, ഡോക്ടർ ഒന്ന് വന്നോട്ടെ. നീ കിടന്ന് വെപ്രാളപ്പെടാതെ. കുട്ടിയുടെ ഫാദറാ ഡോക്ടർ നിസാർ. പ്ലീസ് കം വിത്ത് മീ. ചെല്ലേ. ദേവരാജിന്റെ വീട് കേരളത്തിലായ സ്ഥിതിക്ക് ട്രീറ്റ്മെന്റിന് ഇവിടെ സൗകര്യം ഇല്ലാഞ്ഞിട്ടല്ല. ബട്ട് യു ആർ അലോൺ ഹിയർ. കുട്ടിക്ക് അടുപ്പമുള്ള ആരെങ്കിലും കൂടെ വേണം സഹായത്തിന്. സി, ആസ് എ പ്രൊഫഷണൽ ഞാൻ എൻ്റെ പേഷ്യൻസിനോട് കള്ളം പറയാറില്ല. സ്ഥിതി അല്പം മോശമാണ്. ഇൻക്യൂറബിൾ എന്ന് ഞാൻ പറഞ്ഞില്ല. There are treatments. It's better that you go to the RCC, Trivandrum. ഹോസ്പിറ്റലിന്റെ പേര് കേട്ട് ഭയപ്പെടണ്ട. മെഡിസിൻസ്, മോഡ്സ് ഓഫ് ട്രീറ്റ്മെന്റ് എല്ലാം ഡേ ബൈ ഡേ അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുവിനെ സംബന്ധിച്ച് നോക്കിയാൽ ബയോപ്സി പോലുള്ള ഡീറ്റെയിൽ ടെസ്റ്റ് ഒന്നും നടന്നിട്ടില്ല. എങ്കിലും എൻ്റെ ഒരു ഫസ്റ്റ് ഒബ്സർവേഷൻ പറഞ്ഞ ചാൻസസ് ആർ ഹൈ, വെരി ഹൈ. ഭേദപ്പെടാനുള്ള സാധ്യതകൾ ഏറെയാണ്. How much? I beg your pardon? അപ്പു രക്ഷപ്പെടാനുള്ള ചാൻസസ് എത്രയാണെന്ന്? എത്ര %? ദേവരാജ, ആയുസിന്റെ കണക്കാ നീ ഡോക്ടറോട് ചോദിക്കുന്നത്? ഇതൊക്കെ അവരുടെ കയ്യിലാണോ? ഡോക്ടർ പറയട്ടെ. 50-50. ഞാൻ ഒരുപാട് ആലോചിച്ചു. നിനക്ക് പിടിക്കില്ലെന്ന് വെച്ച് പറയേണ്ടത് പറയാതിരുന്നാൽ ശരിയാവില്ല. അപ്പുവിന് വേണ്ടിയല്ലേ? മോശപ്പെട്ട ഒന്നും അറിയിച്ചാൻ പറയില്ലെന്നറിയാം. ഇതിത്തിരി മോശപ്പെട്ടതാണ് എന്ന് നിനക്ക് തോന്നാം. പക്ഷെ എനിക്കങ്ങനെ തോന്നാത്തത് കൊണ്ടാണ് പറയുന്നത്. നന്ദുവിന് വിവരം അറിയിക്കണം. നന്ദു വരട്ടെ, ഇത് അവളുടെയും കുഞ്ഞല്ലേ. ഡോക്ടറോട് ഞാൻ ചോദിച്ചു. RCCയിലെ ചികിത്സക്കെല്ലാം കൂടി മിനിമം 2-3 ലക്ഷം രൂപ വരും. അത് മിനിമം. കാര്യത്തിലെടുക്കുമ്പോൾ തുക കൂടാ. ഇനി മിനിമത്തിൽ നിന്നാലും അതിന് കാശെവിടെ? എന്നെയും നിന്നെയും കണ്ടിട്ട് അദ്ദേഹം RCC സജസ്റ്റ് ചെയ്തത്. കൈ കാശുണ്ടെങ്കിൽ ഈ രോഗത്തിന് വിദേശ ചികിത്സയാണ് നല്ലത്. ദേവരാജ, ധർമാശുപത്രി കിടക്കണവനല്ല അപ്പു. ഹീസ് റിച്ച്. കോടീശ്വരയായ അമ്മയുടെ ഏക മകൻ, മാധവൻ തമ്പിയുടെ കൊച്ചുമോൻ. പാങ്ക്രിയാസിലൊരു ചെറിയ വളർച്ച എന്നൊക്കെ പറഞ്ഞാൽ സായിപ്പിനത് പുല്ല. ചുമ്മാ ഒരു മുള്ളെടുത്ത് മാറ്റുന്ന പണിയേ ഉള്ളൂ അവർക്ക്. പക്ഷെ ചക്രം വേണം. അത് നിന്റെ കയ്യിലില്ല, എന്റെ കയ്യിലും ഇല്ല. എന്നാൽ നന്ദുവിന്റെ കയ്യിലുണ്ട്. ദേവരാജ, നമ്മുടെ അപ്പു രക്ഷപ്പെടാനുള്ള ചാൻസ് 50-50 അല്ല, 100% ആണ്. നീയായിട്ട് അതിന് ഇടങ്കോൽ ഉണ്ടാക്കരുത്. അവള് കൊണ്ടുപോട്ടെ അവിടെ കൊച്ചിനെ. അവൻ ആയുസോടെ ഇരിക്കുന്നത് നമുക്ക് ദൂരെ നിന്നെങ്കിലും കാണാമല്ലോ. അച്ഛൻ ആലോചിക്കുന്നതിന് മുമ്പേ ഞാനത് മനസ്സിൽ ഉറപ്പിച്ച കാര്യ. പക്ഷേ കണ്ടീഷൻസ് വെക്കാതെ ദേവരാജ, ഞാൻ ഇപ്പൊ തന്നെ നന്ദുവിനെ വിളിക്കാം. നന്ദുവിനെ വിളിക്കണം. വിളിക്കുന്ന വരീച്ചന്ദ്രന്റെ ആകം വേണം. നന്ദു വരും, അപ്പുനെ കൊണ്ടുപോകും. ലോകത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ചികിത്സ അവന് കൊടുക്കും. അപ്പുനെ നമുക്ക് ജീവനോട് കിട്ടുകയും ചെയ്യും. മതി. പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു ജോലി ചെയ്തു തീർക്കാനുണ്ട്. എന്താ? സാധാരണ ജോലിയല്ല, ഒരു തന്തയുടെ കടമ. ചട്ടനും മോനും ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഏത് ഡോക്ടർ ആയുസ് നീട്ടിട്ട് കൊടുത്താലും അപ്പൂന് എന്ത് പ്രയോജനം അറിയിച്ച? മർഡർ വിറ്റ്നസ് ആണ് അവൻ. കൊന്നുകളയവര്. എനിക്ക് 2 ഓപ്ഷനേ ഉള്ളൂ. ലോറി വിറ്റും ഡോക്ടർമാരുടെ കാല് പിടിച്ചും സാമ്പിൾ മരുന്ന് കൊടുത്തും പാതി മുക്കാലുമായിട്ട് എന്റെ മോനെ കൊല്ലുക. എന്നിട്ട് എന്റെ മകൻ എന്റെ കൈ കിടന്നാണ് മരിച്ചെന്ന് സെന്റിമെന്റ്സ് പറയുക. ഏതാ രണ്ടാമത്തെ ഓപ്ഷൻ? രണ്ടാമത്തെ ഓപ്ഷൻ ഇല്ല, ഡിസിഷനാ. എന്താ അത്?
ചട്ടനെ മോനെ ഞാൻ കൊല്ലും. ദേവരാജ, രണ്ടും ചത്തെന്ന് ഉറപ്പായ ഞാൻ പറയിച്ചനെ വിളിക്കും. എന്റെ സ്ഥാനത്ത് നിന്ന് ബാക്കിയെല്ലാം ചെയ്ത് തീർത്തേക്കണം. ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ മരിക്കുന്നത് ബിബ്ലിക്കലല്ലേ പറയിച്ച? അതിലെന്താ തെറ്റ്? സംസാരിച്ചത് മതി. നീ ഇപ്പൊ ദേവരാജനല്ല, ഡ്രാക്കുളയാ. പഴയ ഡ്രാക്കുള ദേവരാജൻ. He chose the right man. Dracula, the prince of darkness. അന്ധകാരത്തിന്റെ രാജകുമാരൻ. ഞാൻ കൊന്നില്ലെങ്കിലും മറ്റാരെങ്കിലും അത് ചെയ്യും. ആ പണം വാങ്ങി അപ്പനെ രക്ഷിക്കുന്നതിൽ എന്താ തെറ്റ്? ഡ്രാക്കുള ദി പ്രിൻസ് ഓഫ് ഡാർക്ക്നെസ്. ആ പണം ഒരു തെറ്റാണോ റീച്ച? ഏത് പണം? 2 lakhs അഡ്വാൻസ്, ബാക്കി 3 lakhs ജോലി കഴിഞ്ഞ്. അവളുടെ മരണം ഡോക്ടേഴ്സ് സ്ഥിരീകരിക്കണം. റിഗർ മോർട്ടിസ് ബിഗിൻസ്. മരണാനന്തര ജീർണത തുടങ്ങിയിരിക്കുന്നു. അത്രയും പറഞ്ഞു കിട്ടിയാൽ മതി. യു ഗോട്ട് ഇറ്റ്? ആരാണ് ഈ അവൾ? അവൾ അതെന്തിനാണ് ഞാൻ തന്നോട് മറച്ചു വെച്ചത്? ഐ എം എ ബ്ലഡി ഫൂൾ. ഷീ ഈസ് മൈ വൈഫ്. പെണ്ണാണെന്ന് വിചാരിച്ച് അതൊരു ഈസി ടാർഗറ്റ് ആണെന്ന് ധരിക്കണ്ട. അതെന്താ, നിങ്ങളുടെ ഭാര്യ കൊമ്പുണ്ടോ? ഏത് കോപ്പിലെ ടാർഗറ്റ് ആയാലും പെണ്ണല്ലേ, നമുക്ക് നിരത്തി കളയാൻ ചേട്ടാ. ബിഹേവ് യുവർസെൽഫ്. ഓ, ചേട്ടാന്ന് വിളിച്ച ആശാൻ ഇഷ്ടപ്പെട്ടില്ലല്ലേ? സ്വന്തം ഭാര്യയെ വെടിവെച്ച് കൊല്ലാൻ ഒരു കൊലയാളി ഏൽപ്പിക്കാം, എന്നിട്ടാണ് അവന്റെ മുമ്പിൽ ഒരു ഫാൾസ് പ്രസ്റ്റീജ്. ഒരുപാട് മസിൽ പിടിക്കല ചേട്ടാ. വിട്ടുകള, റിലാക്സ്. ഫണ്ണി ഫെലോ. മൂന്ന് ബുള്ളറ്റോ? ബാക്കി 3 ബുള്ളറ്റ് എവിടെ? ഓ, 3 മുതലാളി ലക്കി നമ്പർ അല്ലേ? ആയിക്കോട്ടെ. നെയിം ആൻഡ് ഐഡന്റിറ്റി ഓഫ് ദ വിക്ടിം പ്ലീസ്. ഈ സാധനം വേണ്ടിയിരുന്നില്ല. സഹിച്ചല്ലേ പറ്റൂ. സ്ഥലം ഇതായി വേണമെന്ന് വെക്കാനുള്ള ദുർബുദ്ധി അയാൾക്ക് തോന്നല്ലേ എന്നാണ് എന്റെ പ്രാർത്ഥന. ഉറവ് പറ്റാത്ത പശുവിനെ എന്തിനു കൊല്ലണം? അങ്ങനെ ആശ്വസിച്ചാണ് ഇപ്പൊ എന്റെ ഉറക്കം. ഈ ഫയൽ ആരെങ്കിലും ഒന്ന് ക്ലോസ് ചെയ്തേ പറ്റൂ. നമ്മൾ വിചാരിച്ചാലും ചിലതൊക്കെ നടക്കും. ഒന്നും നടക്കില്ല. നമ്മൾ പ്ലാൻ ചെയ്ത ആള് പുറപ്പെടുന്നതിന് മുൻപ് 100 പേരറിയും. സിനിമാ താരമല്ലേ, തന്നെ ഒന്നും ചെയ്ത് ശീലമില്ലല്ലോ ശങ്കരൻകുട്ടി. കഥയൊരുത്തൻ, തിരക്കഥ വേറൊരുത്തൻ, സംവിധാനം, ഫോട്ടോഗ്രാഫി, ചപ്പ് ചവറ്, ഇതൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് വരുമ്പോ നേരം വെളുക്കും. അയാൾ അതല്ല. ഹീ നോസ്. കൊള്ളാവുന്ന ഒരുത്തൻ ഇന്നെന്റെ മുറിയിൽ ഒളിച്ചിരിപ്പില്ലെന്ന് എന്താ ഉറപ്പ്? ശിവറാമാണ്. ഹലോ, ഹായ്. യാ വി ജസ്റ്റ് ഓൺ അവേ. ഐ മിസ് യു. ശങ്കറിന്റെ ഇപ്പോഴും ജെയിംസ് ബോണ്ട് ഇൻഫ്ലുവൻസാ. ബാത്ത് ടബിനകത്ത്, കട്ടിലിനടിയില്, ബ്യൂറോയുടെ ഉള്ളില്. അതാണല്ലോ ഇയാൻ ഫ്ലെമിംഗ് സ്റ്റൈൽ. ഇപ്പോഴത്തെ രീതി ഇതൊന്നും അല്ല ശങ്കര. നേരെ ഇങ്ങ് വരും. സമയം ശരിയല്ലെങ്കിൽ നമ്മൾ പോയി. സിനിക്കൽ ബ്രാറ്റ്സ്. ഞാൻ കേട്ടു. ബ്രാറ്റ്, BRAT, കുരുത്തം കെട്ടത്. ഞാൻ പോവാ. സാന്ദ്ര പോയിക്കോട്ടേന്ന്. പ്ലീസ്. ഞാൻ റൂമിലുണ്ടാവും. God bless you. Be here. Yes, sir. പതുക്കെ. Sir. ഹലോ വില്യംസ്, എന്തായി? പകല് മുഴുവൻ ഞാൻ പ്രതീക്ഷിച്ചു, ആരെയും കണ്ടില്ല. കാണില്ല. നിശാചരനാണ്. ദ പ്രിൻസ് ഓഫ് ഡാർക്ക്നെസ്. ജെമിനിക്ക് സംശയമുണ്ട്. സംശയം എന്നെയല്ലേ? യു ആർ സേഫ്. കാര്യങ്ങൾ ഊഹിച്ചെടുക്കാൻ അവൾ എന്നും മിടുക്കിയാണ്. എന്ത് കാര്യം, എല്ലാം അവസാനിക്കാൻ പോവുകയല്ലേ. ആ, അത് പോട്ടെ. വാട്ട്സ് യുവർ പ്രോഗ്രാം? ഞാൻ പോകുന്നു. ഉടനെയല്ല, എല്ലാം കഴിഞ്ഞ്.
ആളെപ്പോ വരും? വന്നടോ ശങ്കര. എവിടെ? അവിടെ തന്നെ. ഏ ടേൺ ലെഫ്റ്റ്. അയ്യോ, ആരാ? ആരാ? എന്റെ മുഖം ഇവിടെ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അല്ലേ? പക്ഷേ ശങ്കറിന് ഇങ്ങനെ ഒരു മുഖം ഉണ്ടെന്ന് ഞാൻ നേരത്തെ അറിഞ്ഞു. പ്രാരാബ്ധക്കാരനാണ് സാർ. ഗതികേടുകൊണ്ടാ ഇത്. കുറച്ച് പണവും കിട്ടും. അതവിടെ പറഞ്ഞാൽ മതി. എവിടെ? കാലക്കെണ്ണി പരിപാടി പൊളിഞ്ഞെന്ന് വെക്കാം. പോലീസ് പിടിക്കും. അപ്പൊ അവിടെ അത്രയ്ക്ക് പേടിയാണ് നമുക്ക് ഈ പരിപാടി വേണ്ടെന്ന് വെച്ചാലോ? പാവം ജീവിച്ചു പോയിക്കോട്ടെ. ജമിനിയുടെ ആ, അവിടെ ഒരു കാവൽക്കാരുണ്ടല്ലോ, അടി കൊടുക്കേണ്ട കേസാ. എന്റെ ആളാ സാർ. അപ്പൊ തല്ലണ്ട, വിട്ടോ. Stop! I said stop! Who are you? ദേവരാജൻ? ശങ്കർ സത്യസന്ധനാണ്. വില്യംസിനോടെങ്കിലും. വെയിറ്റ്, അത് അയാളാ, വില്യംസ്. ആ, ഞാനാ. കഴിഞ്ഞു. Sharp 11. You have done it. Yes. Gemini is no more. Thank you very much. തനിക്ക് ബാക്കി പണം വേണ്ടേ? Come back man. Come back. ആ സെൽ ഫോൺ എടുക്കാൻ മറക്കണ്ട. അതിൽ എന്റെ നമ്പർ ഉണ്ടാവും. Come back man. Come. ശങ്കർ, മൈ ഹാർട്ട് ഫെൽറ്റ് കണ്ടോളൻസ്. പോയടോ, തൻ്റെ മാഡം പോയി. ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ അവളുടെ ആത്മാവിന് വേണ്ടി നീ പ്രാർത്ഥിക്കും. ഓക്കെ? വെർ ആർ യു? കം ബാക്ക് മാൻ. തനിക്കെന്താ ഒരു പേടി പോലെ? ബാക്കി പണം വേണ്ടേ? വേണം. മടങ്ങി വാടോ. I feel ashamed. എന്റെ പണം കൊണ്ട് ആളായവനെ പേടിച്ച് ഞാൻ ഓടുന്നു. അവൻ വലിയ രാജവെമ്പാല സ്റ്റൈലിൽ 2 ലക്ഷം രൂപ നിങ്ങൾക്ക് എറിഞ്ഞു തന്നില്ലേ? അതെന്റെ പണവാ. ആ ഫാക്ടറി, ഓഫീസ് എല്ലാം എന്റെയാ. ഞാനില്ലെങ്കിൽ how could you afford such things? Who's he after all? A petty, mean, വെറും ഒരു ഡൂക്ലി. അതെ, വില്യംസ് അതാണ്. ജമിനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ ഒന്നും ചെയ്യാൻ കഴിയില്ല. ശങ്കർ പോലെ അവന്റെ ആളല്ലേ. തൽക്കാലം ജമിനി രക്ഷപ്പെട്ടു. പക്ഷേ യഥാർത്ഥ ഡ്രാക്കുള, ദ റിയൽ കില്ലർ, ഈസ് ഓൺ ഹിസ് വേ. അതാരാണ്? എനിക്കറിയില്ല. ദൈവം നമ്മളെ കൈവിട്ടില്ല. അല്ലെങ്കിൽ ഇത്തരമൊരു ഫോൾസ് ഐഡന്റിറ്റി വില്യംസിനെ പോലെ ഒരു ബോൺ ക്രിമിനൽ അങ്ങനെ സംഭവിച്ചുകൂടാത്തതാണ്. പക്ഷെ സംഭവിച്ചു. ജമിനിക്ക് ജീവൻ തിരിച്ചു കിട്ടി, എനിക്ക് കുറച്ച് പണം. തൽക്കാലം രക്ഷപ്പെട്ടെങ്കിലും ജമിനി പക്ഷേ ഇപ്പോഴും അവന്റെ റേഞ്ചിനുള്ളിൽ തന്നെയാണ്. ഭയപ്പെടുത്താൻ പറഞ്ഞതല്ല, അതാണ് റിയാലിറ്റി. എന്റെ മുമ്പിൽ അഭിനയിച്ചതുപോലെ കൊലയും കൊലയാളിയും എന്തെന്നറിയാത്ത ശിശുവൊന്നുമല്ല വില്യംസ്. ആണോ? ഒരു കാര്യം പറഞ്ഞാൽ തെറ്റിദ്ധരിക്കൂ. പറയൂ. വില്യംസും ജമിനിയും പലതും പലരോടും മറച്ചു വെച്ചിട്ടുണ്ട്. എനിക്കാരോടും ഒന്നും മറയ്ക്കാനില്ല. ഒന്നും അറിയാത്ത പുണ്യാളത്തിലുള്ള പുറകെ കൊലയാളികൾ നടക്കാറില്ല. ഉപ്പ് വാരി തിന്നണമെന്നില്ല പെങ്ങളെ. ലേശം ഓവർഡോസ് ആയാലും മതി, വെള്ളം കുടിക്കും. അതെന്തോ എന്റെ ബിസിനസ് അല്ല. ജന്മാന്തര ബന്ധങ്ങൾ ചിലത് ബാക്കിയുണ്ടാവും. അല്ലെങ്കിൽ ഇങ്ങനെ രണ്ടാമത്തെ തവണയും ജമിനി എന്റെ കൈ കൊണ്ട് തന്നെ രക്ഷപ്പെടണമെന്നില്ലല്ലോ. ആയുസോടെ എവിടെയോ ജീവിച്ചിരിപ്പണെന്ന് കേൾക്കുന്നത് തന്നെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ടാ പറയുന്നത് കിട്ടുന്ന വണ്ടിക്ക് മദ്രാസിലേക്ക് കയറി പോവാൻ. ഇതൊരു ഒളിച്ചോട്ടമല്ല. വില്യംസ് തീരെ പ്രതീക്ഷിക്കാത്ത ഒരു സേഫ് എസ്കേപ്പ് റൂട്ട്. അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഓക്കെ, വേണ്ട. ഇവിടെ നിന്ന് ഫൈറ്റ് ചെയ്യാൻ പോകുന്നു. പറ്റുമോ? കൂട്ടിന് എന്നെ പ്രതീക്ഷിക്കണ്ട. ഒറ്റയ്ക്ക് പറ്റില്ല. പറ്റും. സെയിം കറൻസിൽ അങ്ങോട്ടും ഡീൽ ചെയ്യുക. കൊള്ളാവുന്നവർ തന്നെ കത്തിയും കൊടുത്ത് പറഞ്ഞു വിടുക. ധൈര്യമുണ്ടോ? ഇല്ല. സോ ഒറ്റ വഴിയുള്ളൂ. തൽക്കാലം മദ്രാസിലേക്ക് വണ്ടി കയറുക, പോലീസിൽ അഭയം തേടുക. എന്താ പോലീസിന് ഇഷ്ടമല്ലേ? പോലീസ് കേട്ടപ്പോ ഞെട്ടുന്നു. വില്യംസിനെ കുറിച്ച് എല്ലാം അറിയാമെന്നും പറയുന്നു. പോലീസിനെ അറിയിക്കാനും പറയുന്നു. മദ്രാസിലാണെങ്കിലും ഓഫീസേഴ്സ് എല്ലാം അയാളുടെ ഫ്രണ്ട്സാ. സോ വാട്ട്? ഒരു സെലിബ്രിറ്റി സൂപ്പർ സ്റ്റാർ ആണ് പറയുന്നത് ജീവന് ഭീഷണിയുണ്ടെന്ന്. ഫ്രണ്ട്ഷിപ്പ് ഒക്കെ അവിടെ നിൽക്കും. ആക്ഷൻ എടുത്തേ പറ്റൂ. ആരും തിരിച്ചില്ല. പറഞ്ഞത് മറക്കണ്ട. പോലീസ്. രക്ഷപ്പെടാൻ പോലീസ് അല്ലാതെ മറ്റൊരു മാർഗം എന്നോട് പറഞ്ഞിരുന്നല്ലോ. സെയിം കറൻസിയിൽ അങ്ങോട്ടും ഡീൽ ചെയ്യുക, കൊള്ളാവുന്നവർത്തനെ കത്തിയും കൊടുത്ത് അയക്കുക. പറഞ്ഞില്ലേ അങ്ങനെ?
അത് സീരിയസ് ആയിട്ട് എടുത്തോ? എടുത്തു. ഞങ്ങളിൽ ഒരാളെ ഇനി ജീവിച്ചിരിക്കാവൂ, അത് ഞാനായിരിക്കണം. അപ്പോന് വേണ്ടി ഒരു കൊല നടത്താൻ പോലും ഒരുങ്ങിയതല്ലേ. എനിക്ക് വേണ്ടി ബാക്കി കിട്ടാനുള്ള 2 ലക്ഷം നഷ്ടപ്പെടുത്തി. This is 3 lakhs. Take it. Kill him. Kill Williams. Save me, please. SP സാറല്ലേ? ഐ എം ജോൺ സാമുവൽ ഫ്രം കേരള. മരിച്ച ദേവരാജനാണ്. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വന്നിട്ട് പറയാം. അപ്പുവിനെ ഡിസ്ചാർജ് ചെയ്ത് ഒരുക്കിയിരുത്തണം. ഞങ്ങൾ തിരുവനന്തപുരത്തിന് പോകുന്നു, കഴിയുന്നെങ്കിൽ ഇന്ന് തന്നെ. പണത്തിന്റെ കാര്യമൊക്കെ ശരിയായി, അതൊക്കെ ഞാൻ വന്നിട്ട് പറയാൻ അറിയിച്ച. Please help me. Don't leave me. Amma. ഇനി എനിക്ക് പോകല്ലേ ഡോക്ടർ? അങ്ങനെ അങ്ങ് പോകാൻ പറ്റില്ല. കുറെ കടലാസുകളിൽ ഒപ്പിടാനുണ്ട്. ഇത് സർക്കാർ ആശുപത്രി ഒന്നുമല്ല. മതി മതി, എന്തൊക്കെ കുരുത്തക്കടാ നീ കാട്ടിക്കൂട്ടിയത്. എടാ, അപ്പു ഇവിടെ കാത്തിരിക്കുക. ഞാൻ ഒരുപാട് നിർബന്ധിച്ചിട്ടാ ഡോക്ടർ ഇവനെ ഡിസ്ചാർജ് ചെയ്തത്. യാത്രയിൽ വളരെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ശരി ശരി, നീ ഫോൺ വെക്ക്, ഞാൻ അങ്ങോട്ട് വരാം. ആക്സിഡന്റ് കേസല്ലേ, പരിക്കെത്ര നിസ്സാരമാണെങ്കിലും 100 കൂട്ടം ഫോർമാലിറ്റീസ് കാണും. സിസ്റ്റേഴ്സിനോട് ഞാൻ പറഞ്ഞോളാം. എടാ, നീ ഫോൺ വെക്കടാവേ.